ഖുർആനിൽ ആരോഗ്യശാസ്ത്രം ഉണ്ടോ? ഖുർആനിൽ എന്തല്ലാത്ത പക്ഷെ ഞമ്മക്കെന്താ അറിയാന്നുള്ളിടത്താണ് ചോദ്യം. പിന്നെ ഖുർആനിൽ എല്ലാ ശാസ്ത്രങ്ങളും ഉണ്ട്. ഉദാഹരണം ആരോഗ്യശാസ്ത്രം പറയാം. ഖുർആൻ എല്ലാ മരുന്നിനും നോക്കി ഏതെല്ലാം രോഗമുണ്ട്. കൊളസ്ട്രോൾ ഉണ്ടോ, പ്രമേയമുണ്ടോ, പ്രഷറുണ്ടോ ഒക്കെ എല്ലാവരും ശ്രദ്ധിച്ചോളി. ഒറ്റ മൂലി ചികിത്സ ഖുർആൻ പറയാണ്. ഇത് നിങ്ങൾ ഇന്ന് കേട്ട് പകർത്തലോടുകൂടെ നാളെ രോഗമൊക്കെ മാറി കിട്ടണം. അതിനുള്ള ഒറ്റ നിർദ്ദേശം. ഹാറൂൺ റഷീദ് എന്ന് പറഞ്ഞ വലിയ രാജാവ് ഉണ്ടായിരുന്നു. അയാൾ വലിയ ആലിമാണ്, ഇൽമുള്ള ആളാണ്. ഹാറൂൺ റഷീദിനോട് ഒരു ദിവസം ഒരാൾ ചോദിച്ചു, മുസ്ലിം അല്ലാത്ത ഒരാൾ ചോദിച്ചു, നിങ്ങളെ ഖുർആനിലെ ആരോഗ്യശാസ്ത്രത്തെ പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹാറൂൺ റഷീദ് ഒറ്റടിക്ക് പറഞ്ഞു, ആ ഖുർആനിലുണ്ട് പറഞ്ഞു. ഇല്ലാതാൻ പറ്റില്ലല്ലോ, ഖുർആനിലുണ്ടല്ലോ. കുറേ നേരം ഹാറൂൺ റഷീദ് ഇങ്ങനെ ചിന്തിച്ചിട്ട് ഒരു പിടുത്തം കിട്ടിയില്ല. എന്താ അയാൾക്ക് ഓതി കൊടുക്കേണ്ടത്? എന്തേലും ഓതി കൊടുത്ത ആൾ കേൾക്കൂലല്ലോ. അപ്പോൾ ഒരു പണ്ഡിതനെ വിളിച്ചിട്ട് ഹാറൂൺ റഷീദ് ചോദിച്ചു, ഖുർആനിൽ ഇൽമു തുബ്ബുമായി ബന്ധപ്പെട്ട് വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അള്ളാഹു തആല ഖുർആനിലൊന്നും പറഞ്ഞിട്ടില്ലേ? ഖുർആനിലുണ്ട്. അതിൽ 2 ഞാൻ ഓതി അങ്ങക്കൊക്കെ ഇഫ്ലുണ്ടാവും, 3ാമത്തെ അറിയില്ല എന്നുള്ളൂ അല്ലേ? കുലു വഷ്റബ് എല്ലാവരും ഓതിന്. എന്താ ഇഫ്ല് ആൾക്കാർക്ക്? കുലു വഷ്റബു. അതിലപ്പുറം ഓതിയാണ്. അതിലപ്പുറത്തുള്ളതാണ് ആരോഗ്യശാസ്ത്രം. കുലു വഷ്റബു വലാ തുസ്രിഫു എന്നും കൂടി ഉണ്ട്. അവിടെയാണ് വിഷയം. കുലു നിങ്ങൾ ഭക്ഷിക്കുക, വഷ്റബു നിങ്ങൾ കുടിക്കുക. എത്ര? വലാ തുസ്രിഫു അമിതാക്കരുത്, പാകത്തിന്. ഏത് രോഗത്തിനും ഡോക്ടർമാരെന്താ അറിയാം? പാകത്തിന്. ഭക്ഷണം പാകത്തിന്, വെള്ളം പാകത്തിന്. ഉണ്ടോ? അല്ലാഹു തആല പറഞ്ഞാലേ കുലു നിങ്ങൾ ഭക്ഷിക്കുക, വഷ്റബു നിങ്ങൾ കുടിക്കുക, വലാ തുസ്രിഫു. സൂറത്തുൽ അറാഫിലെ ഈ ആയത്താണ് ഏറ്റവും വലിയ ഇൽമു തിബ്ബ്. ഖുർആനിലുള്ള ഇൽമു തിബ്ബ് അതാണ്. നിങ്ങൾ ഭക്ഷിക്കുക, കുടിക്കുക. കുടിക്കുന്നത് ഏറാകാൻ പാടില്ല, ഭുജിക്കുന്നത് ഏറാകാൻ പാടില്ല. വലാ തുസ്രിഫു. ഇനി അതിൽ തന്നെ പറ്റാത്തതൊന്നും കുടിക്കാൻ പാടില്ല, പറ്റാത്തതൊന്നും കഴിക്കാൻ പാടില്ല. അതും വലാ തുസ്രിഫുവിന്റെ അർത്ഥാണ്. ഹറാമായതൊന്നും തിന്നാൻ പറ്റൂല, അതും വലാ തുസ്രിഫുവിന്റെ അർത്ഥാണ്. ഏത് വകുപ്പിൽ കുട്ടികളി വലാ തുസ്രിഫു എന്നുള്ളതിന് ഒരു തഫ്സീർ ഉണ്ട്, വലാ തഅ്കുലു ഹറാമൻ, ഹറാമ് തിന്നരുത്. അപ്പം എന്തായി? കള്ളുടിക്കാൻ പറ്റും, മയക്കുമരുന്ന് തിന്നാൻ പറ്റും, പിടിച്ചു പറിച്ച് തിന്നാൻ പറ്റും, ഒക്കെ അതിൽപ്പെട്ട്. അതൊക്കെ ആരോഗ്യത്തിന് ഹാനികരല്ലേ? ആരോഗ്യത്തുമായി ബന്ധപ്പെട്ടത് ഈ ഒരു ഒറ്റ ആയത്ത് തന്നെ മതി ചികിത്സക്ക്. വേറൊന്നും വേണ്ട. അളവനുസരിച്ചാകണം. അല്ലെങ്കിൽ നിസ്കരിക്കാൻ കഴിയുമോ? നേർക്കേറെ അളവ് കൂടിപ്പോയാൽ കഴിയൂല. അതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവനാൻ്റെ നഫ്സിനെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലാഹു തആല റമളാൻ മാസത്തിലെ നമുക്ക് ഇബാദത്തിന് സൗകര്യത്തിലാണ് അല്ലാഹു തആല ശൈത്താന്മാരെ കിട്ടിയിട്ടല്ലേ? ശൈത്താന്മാരെ കിട്ടിയിട്ടുള്ളൂ. അതിനേക്കാളും വലിയൊരു ശത്രുണ്ട്, മൂപ്പരെ കിട്ടിയിട്ടില്ല. അതാണ് ഹവൻ നഫ്സ് എന്ന് പറഞ്ഞത്. നമ്മളെ ശരീരത്തിൻ്റെ ഇച്ഛ. മൂപ്പരെ കിട്ടിയിട്ടുണ്ടോ? മൂപ്പരെ മെരുക്കിയെടുക്കണം. അപ്പോൾ ഹവൻ നഫ്സിനോടും കെട്ടിയിട്ട് നമ്മളൊക്കെ ഔലിയാക്കളാവും. നമ്മളൊക്കെ സുബ്ഹാനല്ലാഹ്, നമ്മളാരാവും? ഹവൻ നഫ്സ് ഉണ്ട്. അതുകൊണ്ടാണ് കുറേ നോമ്പുൽക്കാത്ത്, അതുകൊണ്ടാണ് കുറേ തിന്നുന്നത്, കുറേ അങ്ങനെ നടക്കുന്നത്. ഹവൻ നഫ്സ് എന്ന് പറയുന്ന നഫ്സുൽ അമ്മാറ എന്ന് പറയുന്ന മുഖ്യ ശത്രു കൂടണ്ട്. അത് കെട്ടിയിട്ടിട്ടില്ല. അപ്പം ആ ഹവൻ നഫ്സാണ് നിങ്ങളോട് പറയുന്നത്, പൊറാട്ട 5 തിന്നോളി, പത്തിരി 11 ആയിക്കോട്ടെ, ചെറിയ പത്തിരിലെ വിത്തിറിൻ്റെ എണ്ണം കണക്കാക്കി 11 ആയിക്കോട്ടെ, ഇനി വെള്ളപ്പം ആയിക്കോട്ടെ ഒരു 3 ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ആയത്ത് മറക്കാൻ പാടില്ല. എന്നും നോമ്പ് ഓർക്കുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാണ് കുലു വഷ്റബു വലാ തുസ്രിഫു. ആയത്ത് ഓതി കൊടുത്ത ആൾക്കാർ ഇപ്പോൾ ഓതല്ലേ എന്ന് പറയുന്നത് കഴിഞ്ഞിട്ട് ഓതാന്ന് പറയും. കാരണം അങ്ങനെയുള്ള ആ സമയത്ത് പിന്നെ വേറെ ആയത്തൊന്നും ഓർമ്മ ഉണ്ടാവില്ല. കുടിക്കുക, ഭക്ഷിക്കുക, വലാ തുസ്രിഫു അമിതമാക്കരുത്, പാകത്തിന്, ഓരോരുത്തരുടെയും പാകത്തിന്. അതുകൊണ്ടല്ലേ പ്രമേഹ രോഗികളോടും മറ്റൊക്കെ ഡോക്ടർമാർ പറയണത്, നിങ്ങൾ പറ്റ വിശക്കരുത്. പറ്റ വിശന്നാൽ എന്ത് വരും? ഓവർ തിന്നും. പറ്റ വിശക്കാൻ പാടില്ല. നിങ്ങളെ പള്ള പാകത്തിന് അങ്ങനെ കൊണ്ടുപോകണം. പാകത്തിന് അങ്ങനെ കൊണ്ടുപോയാൽ ഈ മരുന്നിനോട് ചേരും. അതാണ് അതിൻ്റെ അർത്ഥം. പറ്റ വിശക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറ്റ അങ്ങോട്ട് വിശന്നാൽ പിന്നെ കിട്ടുന്നതൊക്കെ അങ്ങോട്ട് തിന്നും. അപ്പോൾ പിന്നെ ഈ മരുന്ന് വെറുതെ ഇത് കുടിച്ചിട്ട് കാര്യമില്ല. എന്നാൽ നല്ലോണം അങ്ങോട്ട് അതും പാടില്ല, പാകത്തിന് അങ്ങനെ പോയിക്കോട്ടെ. എന്നാൽ പിന്നെ ഈ മരുന്ന് അങ്ങനെ വെക്കുമ്പോൾ നിങ്ങളെ ഇൻസുലിൻ ഇങ്ങനെ കൃത്യമായി പാകമായിട്ട് വരും. അതാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മളത് കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. ഗുളിക അങ്ങനെ മാസം വാങ്ങണുണ്ട്. മാസം ഗുളിക വാങ്ങാഞ്ഞാൽ ആൾക്കാർക്ക് സ്വൈര്യക്കേടാണ്. കിട്ടിയില്ലെങ്കിൽ നാം മറ്റു നിർദ്ദേശങ്ങൾ കേൾക്കുമോ? കേൾക്കൂല. ഒരു ചുള കാരക്ക, ഒരു 3 ചുള കാരക്ക തിന്നിട്ടൊന്നും ഒരു ഷുഗർ കൂടൂല. അതിനേക്കാളും അപ്പുറം കുറേ നിയന്ത്രിക്കേണ്ടത്. അത് നിയന്ത്രിക്കാത്ത പ്രശ്നം. അപ്പോൾ കുറേ ആൾക്കാർ പറയും പള്ള നല്ലോണം നിറച്ചിട്ടുണ്ട് ഓടിയാൽ മതി. 10 കിലോമീറ്റർ ഓടിയിട്ടും കാര്യമില്ല. ആ ഭക്ഷിക്കുന്നിടത്തുള്ള ക്രമീകരണമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെയാണ് പാകത്തിനാക്കേണ്ടതും. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകൂല, ഒരു പ്രയാസം ഉണ്ടാകൂല.
അതിനാണ് വിശുദ്ധ ഖുർആനിൽ അത്തരത്തിൽ ഒരു വിഷയം നമ്മളെ പഠിപ്പിച്ചത്.